നമസ്കാരം. അപ്പോൾ എല്ലാവരും ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത മോണിറ്റൈസേഷൻ്റെ വീഡിയോ ഒക്കെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ ആദ്യം ആ വീഡിയോ പോയി കണ്ടിട്ട് വരും കേട്ടോ. കുറച്ചൊരു ഹാപ്പി വർത്തമാനമാണ്, ഒരു ഹാപ്പി സ്റ്റോറി ആണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയത്. ഞാൻ ഉറക്കെയാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം വോളിയത്തിലിട്ട് കേട്ടോ. നമുക്ക് മൈക്ക് വരുന്നിടം വരെ നിങ്ങൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പം ആക്ച്വലി എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ കുറേ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് അല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ്. സോ ഇപ്പോൾ ഓർഗനൈസ് ഇങ്ങനെ സ്ക്രിപ്റ്റൊക്കെ എഴുതി, ചില വീഡിയോസൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്, സ്ക്രിപ്റ്റൊക്കെ എഴുതി. പക്ഷേ ചിലതൊന്നും സ്ക്രിപ്റ്റ് എഴുതാണ്ട് വീഡിയോസ് ചെയ്യുന്നതുമുണ്ട്. സോ ഇത് സ്ക്രിപ്റ്റ് എഴുതാതെ നിങ്ങളോട് പ്യുവറായിട്ട് റോ ആയിട്ടുള്ള ഫീലിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പം അഹാന കൃഷ്ണയുടെ ഒരു റീസെൻറ്റ് വ്ളോഗ് കണ്ടു, ബാങ്കോക്കിൻ്റെ വ്ളോഗ് കണ്ടു. ഞാൻ ലൈക്ക് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ കാണുന്ന കൂടുതലും ഞാൻ മുടങ്ങാതെ കാണുന്ന ഒരു വൺ ഓഫ് ദ ഇൻഫ്ലുവൻസറാണ് അഹാന കൃഷ്ണ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ബാങ്കോക്കിൽ പോയ ഒരു വീഡിയോ കണ്ടു. അതിന് മുന്നേ ഞാൻ അവരുടെ ട്രാവൽ ഐസ്ലാൻഡ് അല്ല, അപ്പോൾ ആ വീഡിയോ കണ്ടിരുന്നു. സോ എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ആ യാത്രകളും യാത്രാനുഭവങ്ങളും ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കാൻ കാരണം ഇതിൻ്റെ പുറകിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഫോണിൻ്റെ പുറകിലെന്ന് പറയുന്നത് മൊത്തം ഗ്രീനാണ് കേട്ടോ, ഭയങ്കര സീനിക്കാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് അറിയാതെ ഇങ്ങനെയൊക്കെ പോകുന്നത്. പിന്നെ അറ്റ് ദ സെയിം ടൈം ഞാൻ ആലോചിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വിദൂരതയിലോട്ട് പോകാനുള്ളത് മിക്കപ്പോഴും എനിക്ക് ആ ഒരു പ്രശ്നം പറ്റാറുണ്ട്. നമ്മളിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ വീഡിയോ എടുക്കും, ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ, എനിവേസ്, അപ്പം ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞാൻ ലൈഫിൽ പോയ ചില യാത്രകളെക്കുറിച്ച് ജനറലായിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു. അധികം സ്ഥലങ്ങളിലൊന്നും ഒത്തിരി കൺട്രികൾ ഇങ്ങനെ യാത്ര പോകുന്നവരുണ്ട്. അങ്ങനത്തെ യാത്രകളൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ബട്ട് അറ്റ് ദ സെയിം ടൈം വളരെ കിടിലം യാത്രകൾ ഞാനും പോയിട്ടുണ്ട്. ആ യാത്രകളിൽ കൂടെ ഒക്കെ ഞാനിങ്ങനെ ഒന്ന് എന്താ പറയുക, ഫ്ലാഷ് ഇങ്ങനെ അങ്ങനത്തെ ഒരു ചെറിയൊരു ജേണി ഇങ്ങനെ മൈൻഡിൽ കൂടെ കടന്നുപോയി ആ സമയത്ത്. സത്യം പറഞ്ഞാൽ ഞാൻ പോയ സ്ഥലങ്ങൾ ഞാൻ പറയാം: ഗോവ, കൂർഗ്, മൈസൂർ, ബാംഗ്ലൂർ, മൂന്നാർ, തേക്കടി, ഊട്ടി, കോയമ്പത്തൂർ, ഇപ്പോൾ ദാ പൂനെയിൽ. അപ്പം ഇത്രയൊക്കെ സ്ഥലങ്ങൾ ഞാൻ ആപ്പാടെ പോയിട്ടുള്ളൂ, എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. അപ്പം പലരും ഈ കാണുന്നത് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തവരായിരിക്കും. നാട്ടിൽ ഞാൻ വളരെ കുറച്ച് സ്ഥലങ്ങളെ സത്യത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ വളരെ ക്രെഡിറ്റായിട്ട് പറയുകയല്ല, എനിക്ക് അതിനുള്ള സാഹചര്യം ഒത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് വളരെ വിഷമത്തിൽ ചിന്തിക്കുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയി. അപ്പോൾ യാത്രകൾ എന്ന് പറയുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയാം എനിക്ക് എന്ത് യാത്രയാണ് എനിക്കിഷ്ടം, എനിക്ക് എന്താണ് പ്ലസൻനെസ് തരുന്നത് എന്നുള്ളത്. എനിക്കും എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന എൻ്റെ ട്രാവൽ മേറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഫാമിലി പോകുമ്പം അവർക്ക് കറക്റ്റായിട്ട് അറിയാം ഞാൻ എന്ത് തരത്തിലുള്ള യാത്രകളാണ് എനിക്കിഷ്ടം എന്ന്. എനിക്ക് നാച്ചർ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അതിലും എനിക്ക് മൗണ്ടൻസ് എന്ന് പറയുമ്പോഴത്തേനും എനിക്കത് കറക്റ്റായിട്ട് എൻ്റെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. ഭയങ്കര ഒരു ഡിവൈൻ ജോയ് ആണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെ. അതുപോലെ തന്നെ ഞാൻ യാത്രകൾ ചെയ്യുമ്പോഴത്തേനും എനിക്ക് കൂടുതലും പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അതിലും മൗണ്ടൻസ് ആണ് ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്. മൗണ്ടൻസ് ഞങ്ങൾ ഇതുവരെ പോയത്, ഞങ്ങൾ കൂർഗിൽ മൗണ്ടൻസ്, അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്, അതിൻ്റെ പേര് ഞാനിപ്പം ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ അതിൻ്റെ ഒന്നും വ്ളോഗ് എടുത്തിട്ടില്ല. ഞാൻ TVM നിന്ന സമയത്ത് ഒരു 2 വർഷം പുറകോട്ടൊക്കെ തൊട്ടേ ഞാൻ വീഡിയോസ്, ട്രാവലിൻ്റെ വ്ളോഗ്സോ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയിട്ടുള്ളൂ. അതിന് മുന്നേ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. സോ അപ്പം അതിൻ്റെ എനിക്ക് കറക്റ്റ് പേരൊക്കെ റിമെമ്പർ ചെയ്യാനായിട്ട് എനിക്ക് കുറച്ചൊരു ഡേറ്റ്സ് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എനിവേസ്, അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഞാനിപ്പം നോക്കാതെ ജസ്റ്റ് വീഡിയോ എടുക്കുകയാണ്. സോ പറഞ്ഞു വന്നത്, അവിടുത്തെ ഹയസ്റ്റ് പോയിന്റ്, കൂർഗിലെ ഹയസ്റ്റ് പോയിന്റ്, പിന്നെ
ബാംഗ്ലൂർ, നന്ദി ഹിൽസ്, മൈസൂർ ടെമ്പിൾസ് ഒക്കെ എപ്പോഴും ഹില്ലിൻ്റെ മേളിലാണ്. ചാമുണ്ടി ഹിൽസ്, പിന്നെ പിന്നെ ദൊഡാബെട്ട പീക്ക്, എഗെയിൻ കൂർഗിൽ, ഊട്ടിയിലെ ഹയസ്റ്റ് പോയിന്റ്. ഓക്കെ, ദൊഡാബെട്ട പീക്കാണ് കൂർഗിലെ ഹയസ്റ്റ് പോയിന്റ്. ആൻഡ് അതുപോലെ തന്നെ ഊട്ടിയിൽ ഒരു ഹയസ്റ്റ് പോയിന്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഇതൊക്കെയാണ് ഒരു ഹിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ മെയിനായിട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഹില്ലിൻ്റെ. അപ്പോൾ ഇതിൽ ബാംഗ്ലൂരിൽ ഉള്ള നന്ദി ഹിൽസ് എന്ന് പറയുന്നത്, ബാംഗ്ലൂർ നമുക്കറിയാം ഭയങ്കര ട്രാഫിക് സിറ്റി. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഒരു ഹിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു പുതിയ കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അതൊരു ഒരു തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ബാംഗ്ലൂരിലെ നന്ദി ഹിൽസിൽ പോയത്. ഞങ്ങൾ സൺറൈസ് കാണാനാണ് പോയത്. സൺറൈസ് കാണാനായിട്ട് കറക്റ്റ് പറ്റിയില്ല, അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നി ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. ഒത്തിരി നടക്കാനുണ്ടായിരുന്നു, ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം പോലും നമ്മൾ കവർ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു ബാംഗ്ലൂർ നന്ദി ഹിൽസ്. പിന്നെ മൈസൂർ ചാമുണ്ടി ഹിൽസ് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി. ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഒരു യാത്ര എന്ന് പറയുന്നത്. അവിടെ ചാമുണ്ടി അമ്പലമുണ്ട്. മൊത്തത്തിൽ ഭയങ്കര വൈബായിരുന്നു കേട്ടോ. കുറച്ച് ഷോപ്പിംഗ് കടകളുണ്ടായിരുന്നു മേളിൽ. അങ്ങനെ ചാമുണ്ടി അമ്പലമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചാമുണ്ടി ഹിൽസ് ഓർത്തെടുക്കാനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ മൈസൂരിലെ മിക്ക അമ്പലങ്ങളും ഇങ്ങനെ ഹൈറ്റ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും സ്റ്റെപ്സൊക്കെ, ഏതോ ഒരു അമ്പലം ഉണ്ടായിരുന്നു 1001 സ്റ്റെപ്സ് കയറിയിട്ട്, അതിൻ്റെ കറക്റ്റ് പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ 1001 സ്റ്റെപ്സ് കയറിയിട്ടൊരു അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുകയായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത്. അപ്പം ആ അമ്പലം, അപ്പം മൗണ്ടൻസുമായിട്ട് എനിക്ക് അതൊക്കെയാണ്. പിന്നെ ദൊഡാബെട്ട പീക്ക് കൂർഗിൽ, എൻ്റെ അമ്മയെ സൺറൈസ് കാണാൻ പോയത് ദൊഡാബെട്ട പീക്ക്. ഭയങ്കര, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഭയങ്കര കാറ്റായിരുന്നു. കാറ്റെന്ന് വെച്ചാൽ നമ്മൾ പറന്നു പോകുന്ന കാറ്റ്. ഞാനൊക്കെ നിലത്തൂടെ എഴഞ്ഞെഴഞ്ഞായിരുന്നു അവിടുത്തെ ആ ഒരു വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ പോയത്. അത്രയും കാറ്റാണ്. നമ്മളിങ്ങനെ അടിച്ചിടും നമ്മൾ എണീറ്റ് നിൽക്കുകയാണെങ്കിൽ, അത്രയും ഹെവി ആയിട്ടുള്ള കാറ്റായിരുന്നു. സോ ഒരു കാറ്റ് എക്സ്പീരിയൻസ് ആണ് കൂർഗിലെ ദൊഡാബെട്ട പീക്ക്. മൈസൂരിലെ ചാമുണ്ടി ഹിൽസ് ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആണ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൗണ്ടൻസിൻ്റെ കാര്യം പറയുമ്പോൾ പോലും നമുക്ക് പല കാറ്റഗറിയാണ് പോകുന്നത്. ഡിവൈൻ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു നേച്ചറിൻ്റെ വണ്ടർ എക്സ്പീരിയൻസ്, അങ്ങനെ അതുമെല്ലാം നമ്മൾ മിക്കതും സൺറൈസ് ഒക്കെ കാണാനായിട്ടാണ് പോയിരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് നേച്ചറിൻ്റെ തന്നെ ഏറ്റവും 2 വിസ്മയമാണ് സൺറൈസും സൺസെറ്റും. ഇവിടുത്തെ ബാണർ ഹിൽസ് കൂടെ പറയാം കേട്ടോ. മൗണ്ടൻസിൻ്റെ കാര്യം പറഞ്ഞു പോകുമ്പോഴത്തേനും പൂനെയിലെ ബാണർ ഹിൽസ്, അപ്പോൾ അത് ട്രെക്കൊക്കെ ചെയ്ത് വേണം പോകാനായിട്ട്. അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സൺറൈസ് ആൻഡ് സൺസെറ്റ് എന്ന് പറയുന്ന സൺസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഒരു ഉദയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ്, അങ്ങനെ പല കാര്യങ്ങളും അത് നമ്മളെ റിമൈൻഡ് ചെയ്യും. സോ ഭയങ്കര മാജിക്കലാണ് അത്. എനിക്കെന്തോ ഭയങ്കര സ്പെഷ്യലാണ് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഓൾ സൺറൈസ് സൺസെറ്റ് എന്ന് പറയുന്നത്. ഒരു പുതിയൊരു ഊർജം തരുന്ന ഒരു കാര്യമാണ്. അപ്പം അതാണ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ബീച്ച് ടൂർസാണ്. അത് ഞാൻ കൂടുതലും ഗോവയിൽ പോയി അവസാനം എനിക്ക് ഓർമ്മയുണ്ട് കടൽ, അവിടെ ഫുൾ കടലാണല്ലോ, പലതരത്തിലുള്ള കടൽ, ഒന്നിൻ്റെ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഫുൾ ബീച്ചസ് പാർട്ടി ആ ഒരു ഇതാണല്ലോ ഗോവയിൽ കൂടുതലും. അങ്ങനെയാണ് ഞാൻ പോയിട്ടുള്ള എൻ്റെ ട്രിപ്പുകൾ ഗോവയിലുള്ള. 2 പ്രാവശ്യം ഞാൻ ഗോവ ഏകദേശം മൊത്തം സൗത്ത് ആൻഡ് നോർത്ത് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. കൂടുതലും ബീച്ച് കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ അന്ന് യാത്ര പോയിട്ടുള്ളത്, ബീച്ച് പാർട്ടി അങ്ങനെ. അപ്പോൾ കുറച്ചൊക്കെ ആയപ്പോഴത്തേനും ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് എപ്പോഴും ബീച്ചിനേക്കാളും കൂടുതൽ എനിക്ക് സൺറൈസും സൺസെറ്റും മൗണ്ടൻസ് എക്സ്പ്ലോർ ചെയ്യാനാണ് എനിക്കറിയില്ല. എത്ര കൂടുതൽ നടക്കാനുണ്ടെങ്കിൽ പോലും എനിക്ക് അതാണ് കൂടുതൽ എനിക്ക് എന്താണ് ഒരു സന്തോഷം തരുന്നത്. എന്നാലും ബീച്ചസ് അന്നേരം മടുത്തെങ്കിലും പിന്നെ നമുക്ക് ഇപ്പോഴും താല്പര്യമൊക്കെ ഉണ്ട് ബീച്ചിൽ പോകാനായിട്ട്. അങ്ങനെ ബീച്ചസിൻ്റെ മെമ്മറീസ്. പിന്നെ കോയമ്പത്തൂർ, പിന്നെ ടെമ്പിൾസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോയ ഇഷയുടെ ആശ്രമം, അതൊരു റിലീജിയസ് ഒന്നുമല്ല കേട്ടോ, ഒരു സ്പിരിച്വൽ ഒരു അവേക്കണിങ്. അല്ലെങ്കിൽ ഒരു അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്, എന്താണ് മെഡിറ്റേഷൻ എന്നുള്ളതിൻ്റെ എൻ്റെ ഒരു തുടക്കം. എനിക്ക് ആ ഒരു സ്പാർക്ക് വന്നത് ശരിക്കും എനിക്ക് ഈഷ യോഗ സെൻറ്ററിൽ പോയത്. അതതിൻ്റെ ഒരു പരസ്യമൊന്നുമല്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോന്നാണ്, എനിക്ക് അതാണ്. അപ്പം ഈഷ യോഗ സെൻറ്റർ കോയമ്പത്തൂർ പോയത്
അങ്ങനെയുള്ള ഈ ഇങ്ങനെയൊക്കെയുള്ള മെമ്മറീസ് എനിക്ക് പെട്ടെന്ന് മൗണ്ടൻസ്, ബീച്ചസ്, ടെമ്പിൾസ്, അങ്ങനെ. പിന്നെ തണുത്ത സ്ഥലങ്ങളിൽ ഞാൻ ആകെ കൂടെ പോയിട്ടുള്ളത് ഊട്ടി, മൂന്നാർ, തേക്കടി, കൊടൈക്കനാൽ പോയിട്ടില്ല. ഈ സ്ഥലങ്ങളിലൊക്കെ ആപ്പാടെ കുറച്ച് തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ പോയിട്ടുള്ളൂ. അതെല്ലാം ഈ പറഞ്ഞ ഹിൽ റേഞ്ചസ് ആണ്. പിന്നെ നിലമ്പൂർ കാടാണ്, ഫോറസ്റ്റ്, നിലമ്പൂർ ഫോറസ്റ്റ് പോയി ആ സ്ഥലത്ത്. അപ്പോൾ ഈ തണുപ്പ് എക്സ്പീരിയൻസ് പോയ സ്ഥലങ്ങൾ ഊട്ടി, മൂന്നാർ, തേക്കടി. അതിൽ മൂന്നാറും തേക്കടിയൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ അധികം തണുപ്പില്ലായിരുന്നു, ഞങ്ങൾ സമ്മർ സീസണിലാണ് പോയത്. പക്ഷേ അതിൻ്റെ വ്ളോഗ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഊട്ടി ട്രിപ്പ് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. ഞാനാണെങ്കിൽ റൂം ഹീറ്റർ ഓൺ ആക്കാനും സമ്മതിക്കത്തില്ലായിരുന്നു. കാരണം ഞാൻ എന്തോ ഇങ്ങനെ അതിന് മുമ്പേ റൂം ഹീറ്റർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ റൂം ഹീറ്ററിന് ഭയങ്കര ഹെൽത്തിന് ബാഡാന്നൊക്കെ എനിക്ക് എന്തോ അങ്ങനെ ഒരു ബിലീഫ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കൂടെ ആ റൂമിൽ താമസിച്ചവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ കുഞ്ഞായിരുന്നു മോന്, വളരെ 2 വയസ്സെങ്ങാണ്ടുള്ളപ്പോഴാണ് ഞങ്ങൾ പോയത്. 2 വയസ്സ് തന്നെ ആയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഹീറ്ററും കൂടി ഇടാത്ത കാരണം ഭയങ്കര തണുപ്പായിരുന്നു ആ സമയത്ത്. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, ഹീറ്റർ നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പിന്നെ മനസ്സിലായി. അങ്ങനെ അപ്പം ഞാനിതൊക്കെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അല്ല ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യത്തിൽ നമുക്ക് ഒരു യാത്രയും, എൻ്റെ മാരേജിന് മുന്നേ വരെ ഞാൻ ഒരു സ്ഥലത്തും ഞാൻ പോയിട്ടില്ല. ഞാൻ അപ്പാടെ വീഗാലാൻഡോ സിൽവർ സ്റ്റോം അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുള്ളൂ. കാരണം നമ്മളെന്തുകൊണ്ടോ പോയിട്ടേ ഇല്ല, ഒന്ന് യാത്രകൾക്കേ നമ്മൾ പോയിട്ടില്ല. ഞാൻ സ്കൂളിൽ നിന്ന് ഞാൻ വിളിച്ചാൽ ഞാൻ പോകത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറയായിരുന്നു പോയിട്ട് വാ, പക്ഷെ ഞാൻ പോകത്തില്ലായിരുന്നു. എനിക്കറിയില്ല എന്താണ്. സോ അങ്ങനെ ഒരു യാത്രയും പോകാത്ത ഞാൻ കല്യാണത്തിന് ശേഷമാണ് കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് കേരളം വിട്ട് കുറച്ച് യാത്രകളും അനുഭവങ്ങളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് പറയാനുള്ള, നമുക്ക് എല്ലാവർക്കും ചിലപ്പം ഇങ്ങനെ എവിടെയെങ്കിലും എന്താ പറയുക പോകാൻ പറ്റി, ഔട്ട്സൈഡ് കേരള പോകാനോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയൊക്കെ എപ്പോഴും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പോകാൻ പറ്റിക്കൊള്ളണം എന്നില്ല, നമ്മുടെ സാഹചര്യങ്ങളുമുണ്ട്. പക്ഷെ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സൺറൈസും സൺസെറ്റും ഒക്കെ നമുക്ക് ഇപ്പോൾ ഒരു കാണാൻ പോകാൻ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഡിസൈഡ് ചെയ്താൽ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും സ്പോട്സ് ആണെങ്കിൽ കാണാൻ പോകാം. ഇല്ല അത് തന്നെയാണ് നമ്മൾ ഏതെങ്കിലും മൗണ്ടൻസിലാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അടുത്തുള്ളതും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം അവിടെ കിട്ടുന്ന എക്സ്പീരിയൻസും ഒരു ഫീലിംഗ് ആയിരിക്കത്തില്ല നമ്മൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ ഹാപ്പിനെസ്, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അതിൽ നിന്ന് നമ്മൾ ഹാപ്പിനെസ് എടുക്കണം. ഹാപ്പിനെസ് എടുക്കുക മാത്രമല്ല, നമ്മളതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള ഇത്രയും ഒരു അതിപ്രസരം കാരണം പലപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആയിട്ടായിരിക്കും. അയ്യോ അവരൊക്കെ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു. എൻ്റെ അടുത്ത് ചില ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അവർക്ക് ഫോറിനിലൊന്നും പോകാൻ പറ്റുന്നില്ല. അതിലങ്ങ് സങ്കടമാണ്. അപ്പം ഞാനിപ്പോൾ അവരോടൊക്കെ പറയും, നമുക്ക് ഇപ്പം അങ്ങനെ വിചാരിക്കുമ്പം നമ്മൾ നമ്മുടെ ലൈഫ് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സങ്കടം വരുന്നത്. പക്ഷെ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. അതിൽ നമ്മളെപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. എനിക്ക് ഇത്ര സന്തോഷം എൻ്റെ ലൈഫിലുണ്ട്. അതിൽ ഗ്രേറ്റ്ഫുൾ ആയാൽ മാത്രമേ നമുക്ക് കൂടുതലും നമുക്ക് കയ്യിലോട്ട് വരത്തുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മുടെ കയ്യിൽ ഇത്രയൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ കാണാൻ നമുക്ക് എന്തൊക്കെ ഇല്ല, മറ്റുള്ളവനെ നോക്കിയിട്ട് എനിക്കിതൊക്കെ ഇല്ല അല്ലെങ്കിൽ എനിക്കിതൊന്നും പറ്റുന്നില്ല എന്നോർത്ത് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സിനാറിയോ ആണ്. ഞാൻ ഒരിക്കലും ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയുമ്പോഴത്തേനും എനിക്ക് വിഷമം തോന്നും, അവരെന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നില്ല. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്കിത് ഉപദേശമൊക്കെ ആയിട്ട് തോന്നുമെങ്കിൽ സോറി, ബട്ട് ഞാൻ പറയാണ്, നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മളെപ്പോഴും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഹാപ്പിനെസ് എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കുക. നമ്മളാൽ ഇപ്പോൾ യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവർ ഫോറിനിലോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള പോകണമെന്നില്ല, നമ്മളാൽ കഴിയുന്ന പോലത്തെ ചെറിയ യാത്രകൾ നമ്മളെ പറ്റുന്ന പോലെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമുക്ക് അമ്പലമാണ് ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് എന്താ ഓരോ മോളുകളൊക്കെയാണോ ഇഷ്ടം. ഇപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഇഷ്ടങ്ങളായിരിക്കും. അപ്പം നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ചെറിയ യാത്രകൾ
യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ പോകാൻ സാധിക്കുക, പോകാനായിട്ട് ശ്രമിക്കുക, നമ്മൾ എഫേർട്ട് എടുക്കുക. അതാണ് എനിക്ക് പറയേണ്ടത്. പിന്നെ മറ്റുള്ളവരെ നോക്കാതെ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക, അതിൽ നിന്ന് മാക്സിമം ഹാപ്പിനെസ് ആൻഡ് പ്ലഷർ നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇത്രയൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു അഹാന കൃഷ്ണയുടെ വ്ളോഗ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇത്രയും ചിന്തിക്കുകയും ചെയ്തത്. അത് പെട്ടെന്ന് എനിക്ക് എന്തോ വീഡിയോ ആക്കണമെന്ന് തോന്നി. അവർ ആ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ആ വ്ളോഗിൽ, ആ വീഡിയോ കണ്ടവർക്കെല്ലാം അവർ ഹാപ്പിനെസ്സും പീസും ഒക്കെ വരട്ടെ എന്ന് അവർ ബ്ലെസ് ചെയ്യുന്നു. സോ അതെനിക്ക് ഭയങ്കര ടച്ച് ചെയ്തു. എല്ലാ വീഡിയോസിൻ്റെ അവസാനം അവരങ്ങനെ എന്തെങ്കിലും ഒരു പെക്യുലർ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, ഭയങ്കര സൂതിങ് ആയിട്ട്. എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നാറുണ്ട് ആ ഒരു ഇത്. അപ്പം അന്നേരം ഞാൻ ഇത്ര ആലോചിച്ച്, നമ്മുടെ എല്ലാ ലൈഫിലും നമ്മളാണ് പീസും കാമും ഒക്കെ കണ്ടെത്തേണ്ടത്. അത് മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്കത് കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മളാൽ ആ ഒരു എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഹാപ്പിനെസ്സും പീസും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഹാപ്പിനെസ്സും പീസും കൊണ്ടുവരാനായിട്ട് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത്. നമ്മളിൽ ഇല്ലാത്തത് ഓർക്കാതെ നമ്മളിൽ ഉള്ളത് ഓർത്ത് നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡ് ഉണ്ടെങ്കിൽ, ക്ലോത്ത് ഉണ്ടെങ്കിൽ, ഷെൽട്ടർ ഉണ്ടെങ്കിൽ, പിന്നെ നമ്മളാൽ കഴിയുന്ന ഒരു കുറച്ച് പേർക്കെങ്കിലും അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, സർവീസ് എന്നല്ല, നമുക്ക് ഒരു എമ്പത്തറ്റിക്കായിട്ട് ചിലപ്പോൾ അവരെ ഒന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലൊക്കെയാണ് ശരിക്കും കാര്യം ഇരിക്കുന്നത്. ഇനി ഞാനിത് വലിച്ചു നീട്ടി നിങ്ങളൊന്നും ബോറടിപ്പിക്കുന്നില്ല. ഓൾറെഡി നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തോട്ട്സ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. 1-2 പേർക്കെങ്കിലും ശരിയാണല്ലോ എന്ന് തോന്നുമെങ്കിൽ ഐ എം ഹാപ്പി.